ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഫോണ്ടൻറ്റ് ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ. പൊതുവേ ഫോണ്ടൻറ്റ് കവറിങ് ചെയ്തിട്ടുള്ള കേക്ക് ആരും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. വിപ്പിംഗ് ക്രീമിൻ്റെ കേക്ക് തന്നെയാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാകുക. എന്നാലും നമുക്ക് ഇതുപോലെയുള്ള പേര് എഴുതാനും അതുപോലെ കേക്കിലൊക്കെ വെക്കാനുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനും തീം കേക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്യാനൊക്കെ ഫോണ്ടൻറ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തു നിന്നൊന്നും വലിയ വില കൊടുത്തൊന്നും ഫോണ്ടൻറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. ഞാനിവിടെ ചെറിയൊരളവിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഐസിങ് ഷുഗർ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഒട്ടും തരിയില്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ പൊടിച്ചെടുത്തിട്ടുള്ളത് ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കോൺ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു 1/3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. 1/3 കപ്പ് എന്ന് പറഞ്ഞാൽ 1/4 കപ്പിൻ്റെ പകുതിയാണ്, അതായത് 5 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരട്ടെ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പഞ്ചസാര ക്രിസ്റ്റൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എടുത്തു നോക്കുമ്പോൾ ഒരു 1 സ്റ്റെയർ കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ നമ്മളിത് ഫ്ലെയിം ഓഫാക്കുക. അതിൽ കൂടി കഴിയരുത് കേട്ടോ. കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് വിചാരിച്ച പോലെ ശരിയായി വരില്ല. അപ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ ഫ്ലെയിം ഓഫാക്കുക. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. പഞ്ചസാര ഒട്ടുന്ന പരുവം മാറിയതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഈ ജലാറ്റിന് കുതിരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് വെക്കാം. അപ്പോൾ ജലാറ്റിന് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇനി കുതിർന്നിട്ടില്ലെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് മെൽറ്റാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ കോൺ സിറപ്പ് തയ്യാറാക്കുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ ഇത് കുതിരാനായിട്ട് വെച്ചാൽ മതി. ഇനി നമുക്ക് കുതിർന്നിട്ടുള്ള ഈ ഒരു ജലാറ്റിന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ ജലാറ്റിൻ ഇവിടെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കോൺ സിറപ്പ് കട്ടിയായി പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഓയിൽ ഇതിൽ നന്നായിട്ടൊന്ന് ചേർന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് 2 ഡ്രോപ്സ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇത് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഐസിങ് ഷുഗറിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പകുതി മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഞാൻ അല്പം കൂടെ ഈ ഒരു സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അല്പം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ, ഇതന്നെ മതിയാവും. കൂടുതലായി കഴിഞ്ഞാൽ ലൂസായി പോകും. അപ്പോൾ ലൂസായി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐസിങ് ഷുഗർ ഉണ്ടാക്കിയെടുത്താൽ മതി. കോൺഫ്ലവറും പഞ്ചസാരയും കൂടെ പൊടിച്ചിട്ട് ചേർത്ത് നമുക്ക് കറക്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ഇതുപോലൊരു ക്ലീൻ റാപ്പിൽ ചുറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ടൊക്കെ ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് മാറ്റി വെക്കണം. അതിന് ശേഷമാണ് കേട്ടോ ഇത് എടുക്കാൻ. അപ്പോൾ ഞാനിത് രാവിലെ ചെയ്ത് വെച്ചിട്ട് വൈകുന്നേരമാണ് എടുക്കുന്നത്.
ഒട്ടും എയർ കിടക്കാത്ത രീതിയിൽ ക്ലീൻ റാപ്പ് വെച്ചിട്ട് ഞാനിതുപോലെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു വെക്കാം. ഇപ്പോൾ നമ്മൾ ഫോണ്ടൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പോൾ വൈകുന്നേരമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിന്ന് ഒരു പീസ് എടുത്തിട്ട് അല്പം കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു പോർഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കളർ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ തന്നെ വെക്കുകയാണ്. അപ്പോൾ വൈറ്റ് കളറിൽ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഏത് കളറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഡ്രോപ്പ് സൂപ്പർ റെഡ് കളർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ കയ്യിൽ കോൺഫ്ലവറോ അല്ലെങ്കിൽ ഐസിങ് ഷുഗറോ എന്തെങ്കിലും ഒന്ന് ആക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ കുഴച്ചെടുക്കാൻ, അല്ലെങ്കിൽ കയ്യിലാകെ ഒട്ടി പിടിക്കും. ഇനി കോൺഫ്ലവർ ഇട്ടിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഈ റോളറിലും വേണം നമ്മൾ കോൺഫ്ലവർ ആക്കി കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ റോളറിൽ പറ്റി പിടിക്കും. അപ്പോൾ ഇതുപോലെ പരത്തിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഫോണ്ടൻ കട്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു ഡോണറ്റ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്കിതിൽ പേരെഴുതാനും കേക്കിൻ്റെ മുകളിൽ പേരെഴുതിയിട്ട് വെച്ച് കൊടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ തിന്നായിട്ട് നീളത്തിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് റോൾ ചെയ്തെടുത്ത് ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഒക്കെ കട്ടറൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഫോണ്ടൻ കട്ടേഴ്സൊക്കെ ഒരുപാട് ഇപ്പോൾ ഡിസൈൻസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ബേക്കേഴ്സിൻ്റെ എല്ലാ ഷോപ്പിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതുപോലെയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫോണ്ടൻ ടൂൾസൊക്കെ വെച്ചിട്ട് അതിലൊക്കെ ഇതുപോലെ വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഡെക്കറേഷനുകൾ ചെയ്യാൻ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഫോണ്ടൻറ്റ് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് എഡിബിൾ പേന വെച്ചിട്ടൊക്കെ ഇതിൽ പേരെഴുതുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് പേരെഴുതുമ്പോൾ നമ്മളിത് തലേ ദിവസം പരത്തി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ പേരെഴുതാൻ. അപ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയി വരും. അപ്പോഴേ നമുക്ക് ഇതിൽ ശരിക്കും പേരെഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പേരെഴുതുമ്പോൾ കുഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് ഒരു ദിവസം വെക്കുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് വരും. അതിനുശേഷം പേരെഴുതുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്